നമസ്കാരം. ഇന്ന് വേൾഡ് യോഗ ഡേ. ജൂൺ 21 രാജ്യമൊട്ടാകെ നാം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയാണ്. മാനസികവും ശാരീരികവുമായ ഊർജം യോഗാഭ്യാസത്തിലൂടെ ലഭ്യമാകുന്നു. ആരോഗ്യ പരിപാലനം യോഗയിലൂടെ, അതാവട്ടെ നമ്മുടെ ലക്ഷ്യം. ആസനം, പ്രാണായാമം, ധ്യാനം ഇവയെല്ലാം വളരെ ചിട്ടയോടെ അഭ്യസിക്കുന്നത് വഴി ഒരു വ്യക്തിത്വത്തിൻ്റെ പരിപൂർണ വളർച്ചയാണ് ഉണ്ടാവുക. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് യോഗയിലൂടെയും പ്രാണായാമത്തിലൂടെയും സാധിക്കുന്നു. അത്ഭുതകരമായ ശക്തി ചൈതന്യങ്ങൾ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നു. അവയെ ഉണർത്തി വികസിപ്പിച്ച് വളരെ ശ്രേഷ്ഠമായ മാർഗങ്ങളിലൂടെ നയിച്ച് മനുഷ്യനെ പൂർണ്ണനാക്കുന്ന പ്രക്രിയ, അതത്രേ യോഗാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ യോഗാ ദിനത്തിൽ TGM വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികളും വളരെ സന്തോഷപൂർവ്വം പങ്കുചേരുന്നു. പശ്ചിമോത്താനാസനം. ദഹനദോഷം, ഗ്യാസ് ട്രബിൾ, പ്രമേഹം, ആർത്തവ സംബന്ധിയായ രോഗങ്ങൾ മുതലായവ മൂലം വിഷമിക്കുന്നവർക്ക് ഈ ആസനം ഏറെ ഗുണം ചെയ്യുന്നതാണ്. നമസ്കാരം, ഞാൻ ആർദ്ര എസ് കുമാർ. TGM വിദ്യാനികേതനിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പശ്ചിമോത്താസനം. സ്ഥിതി. പൂർണ്ണ ധനുരാസനം. ശരീരത്തെ ഊർജ്ജസ്വലമാക്കാനും നടുവുവേദന, കഴുത്തുവേദന, മൂത്രാശയ രോഗങ്ങൾ, മാനസിക പിരിമുറുക്കം, രക്തസമ്മർദ്ദം എന്നിവ മാറുന്നതിനും ധനുരാസനം ശീലിക്കുന്നത് പ്രയോജനപ്രദമായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് ഗൗരി എസ്. ഞാൻ TGM വിദ്യാനികേതൻ സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന യോഗാസനത്തിന്റെ പേര് പൂർണ്ണ ധനുരാസനം. വൃക്ഷാസനം. കാലുകൾക്ക് ബലം, ശ്രദ്ധ എന്നിവയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. I am Deshika Suresh of Class 6. Today I am going to do Vrikshasana. ഗർഭാസനം. നാഡീഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നു. നമുക്കുണ്ടാകുന്ന കോപത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ ആസനം പരിശീലിക്കുന്നത് വഴി സാധ്യമാകുന്നു. എൻ്റെ പേര് ഇർഫാൻ. ഞാൻ
ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആസനത്തിന്റെ പേര് ഗർഭാസനം എന്നാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചക്രാസനം. ശ്വാസനാളത്തെ ശുദ്ധീകരിക്കാനും ശാന്തതയും ഉന്മേഷവും പ്രദാനം ചെയ്യാനും ഈ ആസനം കൊണ്ട് സാധ്യമാകും. കൈകാലുകളിലെ വേദന, പുറം വേദന ഇവ മാറാനും പേശികൾക്ക് ബലവും ഉറപ്പും ലഭിക്കാനും ഈ ആസനം ശീലിക്കുന്നത് നല്ലതാണ്. നമസ്കാരം, എൻ്റെ പേര് മഹാദേവ്. ഞാൻ 6th പഠിക്കുന്നു. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോണത് ചക്രാസനാണ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഉഷ്ട്രാസനം. ആത്മവിശ്വാസം ഉണ്ടാവുകയും അലസതയെ ഇല്ലാതാക്കുകയും ചെയ്യും. പുറം വേദന, ആസ്മ, മൂത്രാശയ രോഗങ്ങൾ, ചില ഹൃദ്രോഗങ്ങൾക്കും ഉഷ്ട്രാസനം ശീലിക്കുന്നത് കൊണ്ട് ആശ്വാസം ലഭിക്കുന്നതാണ്. Today I am going to do Ustrasana. കുക്കുടാസനം. കൈകാലുകളുടെ ബലം, നാഡീഞരമ്പിലേക്കുള്ള രക്തപ്രവാഹം എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണ് ഈ ആസനം. എൻ്റെ പേര് ഈവൽ സാറ സജി. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുക്കുടാസനമാണ്. മനസ്സിനെ പരമാവധി ഏകാഗ്രമാക്കാനും മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും താടാസനം ശീലിക്കുന്നത് ഉത്തമമായിരിക്കും. പത്മ സർവാംഗാസനം. എല്ലാ ശരീര അവയവങ്ങൾക്കും ഈ ആസനം ശീലിക്കുന്നത് നല്ലതാണ്. നമസ്കാരം, എൻ്റെ പേര് അഖില. ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന
പരിവൃത ത്രികോണാസനം. ഉന്മേഷം, വിശ്രാന്തി എന്നിവ അനുഭവപ്പെടും. കൂനു മാറാനും കാൽപ്പത്തി നേരെയാകാനും നടുവുവേദന, മാനസിക പിരിമുറുക്കം തുടങ്ങിയവയിൽ നിന്നും ആശ്വാസം ലഭിക്കാനും ഈ ആസനം പരിശീലിക്കുന്നത് നന്നായിരിക്കും. എൻ്റെ പേര് ശ്രീരാം. ഞാൻ TGM വിദ്യാനികേതൻ മറവന്തുരത്ത് 6th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ്. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പരിവൃത ത്രികോണാസനം എന്ന് പറയുന്ന യോഗാസനമാണ്. സർവാംഗാസനം. ഏകാഗ്രത, മാനസിക സന്തുലനം തുടങ്ങിയവയ്ക്കും കാൽക്കഴപ്പ്, വേരിക്കോസ് വെയിൻ, തൈറോയിഡ് പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ആശ്വാസം ലഭിക്കാൻ ഈ ആസനം ഉത്തമമത്രേ. നമസ്കാരം, എൻ്റെ പേര് ഗൗരി S. ഞാൻ TGM വിദ്യാനികേതൻ സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന യോഗാസനത്തിന്റെ പേര് സർവാംഗാസനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.